നമ്മളൊരു MVC ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനായി വിഷ്വൽ സ്റ്റുഡിയോ 2019 ഇൻസ്റ്റാൾ ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ .microsoft.com എന്ന വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ 2019 കമ്മ്യൂണിറ്റി എഡിഷനാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 30 ഡേയ്സ് ഫ്രീ ട്രയൽ കഴിയുമ്പോൾ ജസ്റ്റ് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ മെയിൽ ഐ ഡി കൊടുത്ത് സൈൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ക്രിയേഷനിലേക്ക് കിടക്കാം. ആദ്യം വിഷ്വൽ സ്റ്റുഡിയോ 2019 ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്ന ഈ ഡയലോഗ് ബോക്സിൽ നിന്ന് ASP.NET കോർ വെബ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു നെയിം കൊടുക്കുക. ഞാനിവിടെ മൈ MVC പ്രോജക്റ്റ് എന്ന് കൊടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ലൊക്കേഷൻ ചൂസ് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വേറെ ഒരു ഡയലോഗ് ബോക്സ് വന്നു. അതിൽ നിന്നും .NET കോർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി .NET കോർ സെലക്ട് ആയി കിടക്കുകയാണ്. അത് കൂടാതെ ASP.NET Core 5.0യും സെലക്ട് ചെയ്യുക. ഇതാണ് ലേറ്റസ്റ്റ് വെർഷൻ. അതിനുശേഷം ഇതിലെ ASP.NET കോർ വെബ് ആപ്പ് മോഡൽ വ്യൂ കൺട്രോളർ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ MVC വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. Ctrl+F5 പ്രസ് ചെയ്താൽ നമുക്ക് ഡീബഗ് ചെയ്യാതെ റൺ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയല്ല, നമുക്ക് ഡീബഗ് ചെയ്ത് റൺ ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് IIS എക്സ്പ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വന്നു. ഇത് ഡീഫോൾട്ടായിട്ട് പേജിലുണ്ടായിരുന്ന ഇൻഫർമേഷനാണ് ഡിസ്പ്ലേ ആയിരിക്കുന്നത്. എല്ലാവർക്കും വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഒരു കൺട്രോളർ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം.